ഈ കോർപ്പറേറ്റ് ടാക്സും വാറ്റും രണ്ടാണ്. നിങ്ങൾ ചിലപ്പോൾ ബില്യൺസിന്റെ ബിസിനസ് ചെയ്യണവരായിരിക്കും, ചിലപ്പോൾ ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യണവരായിരിക്കും. വാറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സും കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സും ആണ്. ഈ വാറ്റ് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് ഗവൺമെന്റിന് പേ ചെയ്യാനാണ്. അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അതുകൊണ്ട് അത് വാറ്റ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് നമ്മളൊരു കമ്പനി അവരുടെ പ്രോഫിറ്റിന്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതിന് മുകളിൽ വരുന്ന എമൗണ്ട് അവർ ഗവൺമെന്റിന് ഡയറക്റ്റ് പേ ചെയ്യാനാണ് കോർപ്പറേറ്റ് ടാക്സ്. ഇപ്പോൾ എല്ലാ LLC കമ്പനികളും കോർപ്പറേറ്റ് ടാക്സ് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഇയർലി 375,000 മുകളിൽ പ്രോഫിറ്റ് ഉള്ള എമൗണ്ടിന്റെ 9% 9% നമ്മൾ ഗവൺമെന്റിന് കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് കൊടുക്കണം. അതാണ് കോർപ്പറേറ്റ് ടാക്സും വാറ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. പലർക്കും ഒരു പേടി, അതല്ലെങ്കിൽ ഞാൻ ചെയ്താൽ തെറ്റിപ്പോവും എന്നൊക്കെ ഉള്ള ഒരു പേടി ഉള്ളത് കൊണ്ടും പലർക്കും സമയമില്ലാത്തത് കൊണ്ടും ഇവിടെ ഒരുപാട് ഏജൻസികൾ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു ചെറിയൊരു സർവീസ് ചാർജും ഈടാക്കുന്നുണ്ട്.